തങ്ങളിൽ വലിയവനാരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. ലൂക്ക 22:24. നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിക്കണമെന്ന ആഗ്രഹം വളരെയേറെയാണ്. ഏത് സമയത്തും എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിക്കണമെന്ന ആഗ്രഹം വളരെ വലുതാണല്ലേ. എന്നാൽ ദൈവരാജ്യത്തെ സംബന്ധിച്ച് ഭൗതികമായ ലോകത്തെ പോലെ അല്ല വിജയം. നമുക്കറിയാം, നാം ഒരാളോട് സത്യസന്ധമായി ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശാന്തതയും സന്തോഷവും പ്രത്യാശയും ഉണ്ടാകും. മറ്റുള്ളവരുടെ തെറ്റുകൾ നാം ക്ഷമിക്കുമ്പോൾ മാത്രമാണ് അതുണ്ടാവുക, അല്ലാതെ നാം അവരെ കീഴ്പ്പെടുത്തുമ്പോഴല്ല. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്: ഈശോയുടെ സമയത്ത് ഈശോയുടെ അപ്പസ്തോലന്മാർക്ക് പലപ്പോഴും അവരുടെ ഉള്ളിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ടായിരുന്നു, തങ്ങളിൽ വലിയവനാരാണ് എന്നൊരു തർക്കം. ഈശോ ആ തർക്കത്തെ തീർക്കുന്നുണ്ട്. തങ്ങളിൽ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവർ ശിഷ്യനായിരിക്കണം, ദാസനെ പോലെ ആകണമെന്ന്. കാരണം സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക കാട്ടിക്കൊടുക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ വലിയവൻ. ഭൗതിക ലോകം പോലെ അല്ല ദൈവത്തിൻ്റെ രാജ്യം. നമുക്കും നമ്മളിൽ ആരാണ് വലിയവൻ എന്ന തർക്കം മറ്റൊരാളെ വിജയിക്കാൻ വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, മറ്റൊരാളുടെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയെപ്പോലെ ശുശ്രൂഷകനാകാൻ നമുക്കും ഇടയാകട്ടെ.